കർത്താവിൽ പ്രിയരെ, പ്രഭാതവന്ദനം. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അത് മറന്നുകൊണ്ട് കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും നമുക്ക് സന്തോഷിക്കാം. അവൻ നമ്മെ സ്നേഹിക്കുന്നു. 22-ാം സങ്കീർത്തനത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. നീണ്ട ഒരു കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വരി. ഈ പുസ്തകത്തിലേക്കും വേദനാജനകമായ ഒരു കവിതയുടെ സമാപന വാക്കുകളാണ് വായിക്കുന്നത്. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. ആരാണീ അവർ? ആരാണീ ജനിക്കാനുള്ള ജനം? എന്താണ് നിവർത്തിച്ചത്? എന്താണ് നീതി? ഇത്രയും കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വളരെ കാതലായ സത്യങ്ങളാണ്. ഇത് നമ്മൾ ഗ്രഹിക്കണം. ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും, നമ്മുടെ ധൈര്യം വർദ്ധിക്കും, ഉത്സാഹം വർദ്ധിക്കും. അവർ വന്നു എന്ന് പറഞ്ഞാൽ ആരാണീ അവർ? കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ ഒരു സന്തതിയെ കണ്ടു. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ ക്രൂശ് മരണത്താൽ ഉരുവാക്കപ്പെട്ട സന്തതി. അതായത് ഒരു മനുഷ്യനെയാണ് ദൈവം ഏദനിൽ നിർമ്മിച്ചത്. അവനിൽ നിന്നാണ് ഈ 800 കോടി മനുഷ്യരിപ്പോൾ ഇവിടെ ഉണ്ടായത്. ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. അപ്പൊ ആ ഒരു സന്തതി പരമ്പരയാണ് ഒന്നാമത്തെ ആദാം. എന്നാൽ ഒടുക്കത്തെ ആദാം ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നിന്നൊരു സന്തതി പരമ്പര ജനിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന പുതുജനനത്തിൻ്റെ തലമുറയാണ്. അവർ വരും. 3000 കൊല്ലം മുമ്പ് പറയുകയാണ് അവർ വരും. ആ അവരെന്ന് പറയുന്നത് നമ്മളാ പ്രിയപ്പെട്ടവരെ. അവർ വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞോളൂ നിങ്ങളുടെ വീട്ടിലിരുന്ന്. ഹല്ലേലൂയ. അവർ വരും. നമ്മുടെ ചർച്ചിലെ മുഴുവൻ ആളുകളെയും നോക്കിക്കൊണ്ട്, പവർ വിഷന്റെ മുഴുവൻ പ്രേക്ഷകരെയും നോക്കിക്കൊണ്ട് അന്ന് പ്രവാചകൻ പറയുകയാണ് അവർ വരും. കർത്താവിൻ്റെ ക്രൂശിന്റെ സന്തതി വരും. വന്നിട്ട് ജനിപ്പാനുള്ള ജനത്തോട്, ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്, അത് ഒരു തലമുറയ്ക്കുള്ളതല്ല, 2-നല്ല, 3-നല്ല, 4-നല്ല, 10-നല്ല. കർത്താവിൻ്റെ മടങ്ങി വരവ് വരെയുള്ള എല്ലാ തലമുറയ്ക്കും ഇത് പങ്കുവെക്കപ്പെടും. ചിലർ സ്വീകരിക്കാതിരുന്നേക്കാം, ചിലർ പരിഹസിച്ചേക്കാം. അതൊന്നും വിഷയമല്ല. ഒരു സന്ദേശമുണ്ട്, ഒരു സന്തതിയുണ്ട്. ഒരു സന്തതിയുണ്ട്, ഒരു സന്ദേശം. സന്ദേശമുള്ള സന്തതി എവിടെ? മതങ്ങളിൽ ഇല്ലെന്നേ.
കുറച്ച് കഥകളുടെയും കുറച്ച് അന്ധവിശ്വാസത്തിൻ്റെയും ആകത്തുകയല്ലേ മതങ്ങൾ. അതുകൊണ്ടല്ലേ കാർൽ മാർക്സ് പറഞ്ഞ ഇത് മനുഷ്യനെ മയക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ കേട്ട ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ്റെ പ്രഭാഷണത്തിനകത്ത് ഇന്ത്യൻ മതങ്ങൾ ഇന്ദ്രിയങ്ങളെ അടച്ചു വെക്കാൻ പറയുന്നു. കണ്ണടച്ചിട്ടുള്ള ഒരു ചിന്തയായി ഈ രാജ്യത്തിൻ്റെത്. ധ്യാനിക്കുക, കണ്ണടച്ചിരിക്കുക. അർത്ഥമാക്കുന്നത് സ്ത്രീകളെ കാണാതിരിക്കുക, രസകരമായ കാര്യങ്ങൾ കേൾക്കാതിരിക്കുക, രുചികരമായ സാധനങ്ങൾ കാണാതിരിക്കുക, മനുഷ്യൻ്റെ ഉള്ളിലെ ഇഷ്ടങ്ങളെയും മോഹങ്ങളെയും ഒന്ന് കുഴിച്ചിടുക. അപ്പോൾ ഇവൻ്റെ അകത്തുനിന്ന് ദിവ്യപ്രകാശം പുറത്തേക്ക് വരുമെന്ന് ശ്രീ ബുദ്ധൻ്റെയൊക്കെ ആശയം. പക്ഷെ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ദോഷം, വിദ്യാഭ്യാസത്തെ അത് കൊന്നുകളയുന്നു എന്നാണ് ആ ബുദ്ധിമാനായ മനുഷ്യൻ പ്രസംഗിക്കുന്നത്. അതേസമയം മിഷണറിമാർ കൊണ്ടുവന്ന ആശയം എന്നാണെന്നറിയാവോ? കണ്ണ് തുറപ്പിക്കുന്ന പുസ്തകം. കണ്ണടപ്പിക്കുന്ന ഒരു മതചിന്തയ്ക്കകത്ത് നിന്ന് കണ്ണ് തുറപ്പിക്കുന്ന പുസ്തകം. യേശു പറയാണ്, സത്യമറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. സത്യം, അറിവ്, സ്വാതന്ത്ര്യം. എന്താ? ഒന്നും കേൾക്കാതെയും ഒന്നും അറിയാതെയും ഒന്നും പറയാതെയും ഇരിക്കുന്ന തത്വസംഹിത മനുഷ്യനെ ആ പഴയ ലോകത്തിലേക്ക് വിടുകയാണ്. നമ്മളിന്ന് എവിടെ നിൽക്കുന്നു? 3000 മൈൽ അകലേക്കൊക്കെ മിസൈൽ വിടുക ട്രംപല്ല, ഇറാനും വിടുക. ഇറാനൊക്കെ ഈ ചെറിയ സാധനമൊന്നും അല്ല, എന്തോരം നാളായി തുടങ്ങിയിട്ട്. നമുക്ക് ആരെക്കുറിച്ച് ഒന്നും പറയാൻ അറിയത്തില്ല. അവർക്ക് അവരുടെ തന്നെ ന്യായങ്ങളുണ്ട്. മനുഷ്യൻ ഒത്തിരി വളർന്നു. അപ്പോ പ്രവാചകൻ പറയുകയാണ്, അവർ വരും, അവർ പറയും, അടുത്ത തലമുറയോട് പറയും. കൈമാറി വരുന്ന സന്ദേശമാണ് സുവിശേഷം. സുവിശേഷം പഴയതാണോ? പഴയതുമാണ്, പുതിയതുമാണ്. കാലഹരണപ്പെട്ടോ? ഇല്ല, അപ്ഡേറ്റഡ് ആണ്. ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നത്തിന് ഏക ഉത്തരം ക്രിസ്തുവാ. ഉറപ്പിച്ചു പറയാം. ഇന്നലത്തെ മനുഷ്യനും അത് തന്നെ. അവർ വന്നു. ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. അതെന്താന്ന് അടുത്ത എപ്പിസോഡിൽ പറയാം. അവൻ എന്തോ ചെയ്തിരിക്കുന്നു. ആര്? യേശു ക്രിസ്തു. അപ്പൊ ഈ സങ്കീർത്തനം എവിടം വരെ പോയി നോക്കി. കുരിശിലെ വേദനയിൽ നിന്ന് ആരംഭിച്ചിട്ട് 2026 സുവിശേഷീകരണ പ്രയത്നത്തിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. കൂടുതൽ ഗ്രഹിക്കാൻ പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡും കൂടെ കേൾക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.